ചിക്കൻ പുട്ട് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായാലും പുട്ട് ലവേഴ്സ് കഴിക്കാണ്ടിരിക്കത്തില്ല കേട്ടോ. ചിക്കൻ്റെ ആ ഒരു സ്പൈസി ഫ്ലേവറും പുട്ടിൻ്റെ സോഫ്റ്റ്നെസ്സും ചേർന്ന് കിട്ടുന്ന ഒരു അടിപൊളി വൈബ് തന്നെ കേട്ടോ ഇത്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അധികം ഓവറായിട്ട് കുക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 70% ഒക്കെ വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്ത് വന്നേക്കുവേ. നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്തൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ കുക്കാവും കേട്ടോ. 20 മിനിറ്റും വേണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജീസ് ഒന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അതൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുനുകുനാ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ചോപ്പ് ചെയ്ത സവാള നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യമായ പച്ചമുളകാണ്. ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടാണ് ചിക്കൻ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് 2 വെളുത്തുള്ളി വേണം. അതെന്താ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം മതി നമുക്ക്. അതും നമുക്ക് ചെറുതായിട്ട് ഒന്ന് പൊടിയായി അരിഞ്ഞ് മാറ്റി വെക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ പുട്ടിൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലും കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ മസാലയിലും കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചോപ്പർ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് മെയിൻ പ്രിപ്പറേഷനിലേക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ അത്രയും ടേസ്റ്റ് നമുക്ക് കൂടുതലായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്കൊന്നിനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ആണെങ്കിൽ ഒന്ന് വഴണ്ട് വരണം. ഒരുപാട് വരണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമല്ലോ, അതുവരെ മാത്രം മതി കേട്ടോ. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മസാലക്കൂട്ടുകളോട് ചേർത്ത് കൊടുക്കാം. മിനിമൽ മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. മസാലപ്പൊടികൾ എപ്പോഴും വളരെ കുറച്ച് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ആ ഒരു കുത്തലുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൊടി ഐറ്റംസിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അതൊന്ന് മാറിക്കിട്ടുന്ന സമയം മാത്രം മതി കേട്ടോ. ചിക്കനിന് അധികം കുക്കാകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ ആ ഒരു കൂട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്കിനി പുട്ടുപൊടി ഉണ്ടാക്കാം കേട്ടോ. പുട്ടുപൊടിയല്ല, പുട്ടിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ കപ്പിനകത്ത് 1 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ പുട്ടിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുന്ന നേരത്ത് പുട്ടിന് ഒരുപാട് വെള്ളം കൂടിപ്പോയെന്നുള്ള പരാതിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എടുക്കുന്ന അതേ അളവിൽ തന്നെ പുട്ടെടുക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്താ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് പുട്ടിൻ്റെ പൊടി കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി നമ്മുടെ മെയിൻ പ്രിപ്പറേഷനായിട്ടുള്ള ചിക്കൻ പുട്ടിലേക്ക് പോകാം. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ ഇവിടെ ചിരട്ട പുട്ടിൻ്റെ ചില്ലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം. പിന്നെ അതിന് ശേഷം പൊടി നനച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് പുറകെ നമുക്ക് ചിക്കൻ്റെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെയും മസാലക്കൂട്ട്. അങ്ങനെ നമുക്ക് 2-3 ലെയറായിട്ട് തന്നെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇത് കണ്ടാൽ തന്നെ വിശക്കുന്നുണ്ടല്ലേ. നമ്മൾ ചിക്കൻ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതിൽ ചിക്കൻ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ പുട്ടുപൊടിയുടെ സോഫ്റ്റ്നെസ്സുമാണ്. ചിക്കൻ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വയറ് നിറയ്ക്കും, അതേപോലെ മനസ്സ് നിറയ്ക്കും. അതുപോലെ നമുക്കൊരു എനർജി നൽകുന്ന ഒരു മീലാണ് കേട്ടോ. ഇനി നമുക്ക് മൂടി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് എടുത്തു വെക്കാവുന്നതാണ്. നമ്മുടെ പുട്ടിൻ്റെ വേവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരാവി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് ഇവിടെ സെറ്റായിട്ട് വരുവേ. ചിക്കൻ ഓൾറെഡി വെന്തതുകൊണ്ട് അത് എളുപ്പമാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴേ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊരു സിമ്പിൾ റെസിപ്പി ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അസാധാരണമാണ് കേട്ടോ. ഇത് ചൂടോടെ സെർവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. വേണമെങ്കിൽ ഒരു ആഡംബരത്തിന് വേണ്ടി കാപ്പിയോ ചായയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കാം കേട്ടോ. നിങ്ങളിതിന് മുന്നേ ചിക്കൻ പുട്ട് ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം.